സെമിയോട്ടിക്കയുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അടിസ്ഥാനത്തിലുള്ള തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുവാൻ പോകുന്ന മണ്ഡലങ്ങൾ പുനലൂർ, ചടയമംഗലം. പുനലൂർ നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി C. അജയപ്രസാദ്, UDF സ്ഥാനാർത്ഥി നൌഷാദ് യൂനസ്, NDF സ്ഥാനാർത്ഥി B. രഘുനാഥ് പിള്ളൈ. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PS സുഭാൽ LDF സ്ഥാനാർത്ഥി വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഏകദേശം 55% വോട്ട് വീതം നേടി ജയിച്ച മണ്ഡലമാണ്. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ മുന്നണികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളിൽ ഇവിടുത്തെ വോട്ടർമാർ എങ്ങനെ അവരെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും വോട്ടർമാരുടെ ഇടയിലുള്ള വിശ്വാസ്യതയിലും നേതൃപാടവത്തിലും 1ാം സ്ഥാനം ഇവിടുത്തെ ജനങ്ങൾ കൊടുക്കുന്നത് LDFനാണ്, 2ാം സ്ഥാനം UDFനും. എന്നാൽ സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDFനാണ് 1ാം സ്ഥാനം, LDF 2ാം സ്ഥാനത്ത്. ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന ഘടകങ്ങളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക AI നമുക്ക് വേണ്ടി വിശകലനം ചെയ്തിരിക്കുകയാണ്. നമുക്ക് നോക്കാം സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് ഇവിടെ ആര് ജയിക്കും എന്നുള്ളതാണ്. പുനലൂരിൽ ഒരു LDFന്റെ വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം ഉണ്ടാകും എന്നുള്ളതാണ് LDF സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഏകദേശം 44% വോട്ട് വിഹിതമാണ് ഇവിടെ LDF സ്ഥാനാർത്ഥിക്ക് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. UDF സ്ഥാനാർത്ഥിക്ക് 39% വോട്ട് വിഹിതവും NDA സ്ഥാനാർത്ഥിക്ക് 17% വോട്ട് വിഹിതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇനി നമുക്ക് ചടയമംഗലം മണ്ഡലത്തിലേക്ക് പോകാം. ചടയമംഗലം നിയമസഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി J. ചിഞ്ചുറാണി, UDF സ്ഥാനാർത്ഥി MM നസീർ, NDA സ്ഥാനാർത്ഥി RS അരുൺരാജ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ J. ചിഞ്ചുറാണി 45.5% വോട്ട് വിഹിതം നേടി LDFന് നേടിക്കൊടുത്ത ഒരു മണ്ഡലമാണ് ചടയമംഗലം. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സ്ഥാനാർത്ഥികളുടെയും ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന 5 പ്രാഥമിക ഘടകങ്ങളെ ഓരോ പാർട്ടിയെയും ചടയമംഗലത്തെ വോട്ടർമാർ എങ്ങനെ വിലയിരുത്തുന്നു എന്ന് നമുക്ക് നോക്കാം. പ്രാദേശിക വികസനത്തിലും യുവജന പിന്തുണയിലും LDFനാണ് 1ാം സ്ഥാനം. വീണ്ടും നേതൃപാടവത്തിൽ LDF ആണ് 1ാം സ്ഥാനത്ത്. വോട്ടർമാരിലെ വിശ്വാസ്യതയിൽ UDFനാണ് 1ാം സ്ഥാനം. സഹിഷ്ണുതാപരമായ രാഷ്ട്രീയത്തിൽ UDF 1ാമതും LDF 2ാമതുമാണ്. സ്ഥാനാർത്ഥികളുടെ ജയപരാജയങ്ങളെ തീരുമാനിക്കുന്ന എല്ലാ ഘടകങ്ങളെയും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് സെമിയോട്ടിക്ക നമുക്കായി അപഗ്രഥനം നടത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം സെമിയോട്ടിക്ക പ്രവചിക്കുന്നത് ഇവിടെ ആര് ജയിക്കും എന്നാണ്. ചടയമംഗലത്ത് ഒരു LDF മുന്നേറ്റമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഏകദേശം 41% വോട്ട് വിഹിതം J. ചിഞ്ചുറാണി നേടും എന്നാണ് സെമിയോട്ടിക്കയുടെ പ്രവചനം. UDF സ്ഥാനാർത്ഥിക്ക് 38% വോട്ട് വിഹിതവും NDA സ്ഥാനാർത്ഥിക്ക് 21% വോട്ട് വിഹിതവുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഇതുവരെ സെമിയോട്ടിക്ക പ്രവചിച്ചിരിക്കുന്നത് ഏകദേശം 89 നിയമസഭാ മണ്ഡലങ്ങളിലാണ്. കാസർഗോഡ് ഏകദേശം UDFന്റെ ഒരു മുന്നേറ്റമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഏകദേശം 2 മുതൽ 3 സീറ്റ് അവിടെ നേടും. LDFന് 1 മുതൽ 2 സീറ്റ്, NDAക്ക് 1 സീറ്റുമാണ്. കണ്ണൂർ വ്യക്തമായിട്ടുള്ള ഒരു LDF മുന്നേറ്റമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. കോഴിക്കോട് UDF മുന്നേറ്റമാണ്. വയനാട്ടിൽ UDFനാണ് ഒരു മേൽക്കൈ. മലപ്പുറത്ത് UDF വളരെ മുമ്പിലാണ്. തിരുവനന്തപുരത്ത് LDFനാണ് 1ാം സ്ഥാനം സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. ഏകദേശം 8 മുതൽ 9 സീറ്റുകൾ അവിടെ നേടും എന്നാണ് സെമിയോട്ടിക്കയുടെ പ്രവചനം. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ NDAക്ക് 2 മുതൽ 3 സീറ്റ് ലഭിക്കുമെന്നും സെമിയോട്ടിക്ക പ്രവചിക്കുകയാണ്. മറ്റ് നിയമസഭാ മണ്ഡലങ്ങൾ എടുത്തിരിക്കുന്ന വിശകലനത്തിന്റെ അടിസ്ഥാനത്തിൽ UDFന് 10 മുതൽ 11 സീറ്റുകളും LDFന് 13 മുതൽ 14 സീറ്റുകളും NDAക്ക് വീണ്ടും 1 മുതൽ 2 സീറ്റുകളുമാണ്. 89 മണ്ഡലങ്ങളുടെ മൊത്തം വിശകലനം എടുക്കുകയാണെങ്കിൽ UDFന് ഏകദേശം 44 മുതൽ 50 സീറ്റും LDFന് 34 മുതൽ 42 സീറ്റും NDAക്ക് 3 മുതൽ 6 സീറ്റുമാണ് സെമിയോട്ടിക്ക പ്രവചിക്കുന്നത്. വീണ്ടും മറ്റൊരു മണ്ഡലവുമായി നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ ഉടൻ എത്തുന്നതായിരിക്കും. Until then, we are signing off. Good day to everyone.